മലയാളികൾക്ക് കെ.ജി. ജയൻ എന്ന സംഗീതജ്ഞനെ ഓർമ്മിക്കുവാൻ 1977 പുറത്തിറങ്ങിയ നിറകുട സിനിമയിലെ നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്ന ഒറ്റ ഗാനം മതി. ഒടുവിൽ 90-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ 63 വർഷം നീണ്ട സംഗീത ജീവിതത്തിനു കൂടിയാണ് അവസാനമാകുന്നത്. ജനകീയമായ അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെയാണ് ജയവിജയന്മാർ മലയാളിയുടെ നാവിൻതുമ്പിൽ വിളയാടിയത്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ.ജി. ജയൻ നവതി ആഘോഷിച്ചത്. സംഗീത ജീവിതത്തിന്റെ 63-ാം വർഷത്തിലേക്കും അദ്ദേഹം കടന്നിരുന്നു. കെ.ജി. ജയൻ, കെ.ജി. വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു. ആ കൂട്ടുകെട്ട് തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ പ്രണയമായും ഭക്തിയായും ഹൃദയങ്ങളിൽ അലയടിച്ചു. ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ജയവിജയന്മാർ സംഗീതയാത്രയ്ക്ക് തുടക്കമിട്ടത്. ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരേയൊരു ഭക്തിഗാന ആൽബം ശബരിമല അയ്യപ്പനിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിലൊന്നും അവരുടേതാണ്. സന്നിധാനത്ത് നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ്. ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ആലപിച്ചത് പി. ലീല ഒരു സ്ത്രീയെ ആദ്യമായി പാടുന്ന ഭക്തിഗാനം എന്ന ക്രെഡിറ്റ് ഈ ഗാനത്തിനുണ്ട്. 20ഓളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. 1968 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് ആദ്യ സിനിമ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ്. ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീത ലോകത്ത് കെ.ജി. ജയൻ മികവ് തെളിയിച്ചു. സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം, ഭക്തിഗാനം, ചലച്ചിത്ര ഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കി. 6-ാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ 10-ാം വയസ്സിൽ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. NSS സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും ആർ. ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദു മണ്ഡലത്തിന്റെ സമ്മേളനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന പാടിയ ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്ത് പത്മനാഭനാണ് ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്ന വീട്ടുകാരെ ഉപദേശിച്ചത്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സും 1-ാം ക്ലാസ്സോടെ വിജയിച്ചു. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ സ്കോളർഷിപ്പോടുകൂടിയായിരുന്നു ഉപരിപഠനം. വിജയന്റെ മരണശേഷമുള്ള ആദ്യ കച്ചേരി കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. നേരത്തെ ഏറ്റിരുന്ന പരിപാടിയായിരുന്നതിനാൽ ഒഴിവാക്കാനായില്ല. പാടി തുടങ്ങിയപ്പോഴേ കണ്ണുകൾ നിറഞ്ഞൊഴുകി, സ്വരമിടറി. എങ്ങനെയൊക്കെയോ അന്നത്തെ ആ കച്ചേരി പൂർത്തിയാക്കിയെന്നാണ് ജയൻ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് 1 വർഷത്തോളം പാട്ടിൽ നിന്ന് അകന്നു നിന്നു, വീട്ടിൽ ഒതുങ്ങിക്കൂടി. പിന്നീട് ഒരിക്കൽ യേശുദാസാണ് തരങ്കിണിക്ക് വേണ്ടി കൃഷ്ണഭക്തിഗാന കാസറ്റ് ഇറക്കാനായി സമീപിക്കുന്നത്. നിർബന്ധത്തിന് വഴങ്ങി S. രമേശൻ നായരുടെ പാട്ടുകൾ ചിട്ടപ്പെടുത്തി മയിൽപീലി എന്ന കാസറ്റിലെ രാധതൻ പ്രേമത്തോടാണോ എന്നതടക്കമുള്ള കൃഷ്ണഭക്തി ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായി. അതേ തുടർന്നാണ് സംഗീത രംഗത്തേക്ക് തിരികെ എത്തുന്നത്. ശബരിമല തിരുവാഭരണ ഘോഷയാത്ര പമ്പയിലെത്തുമ്പോൾ സന്നിധാനത്ത് ജയവിജയന്മാരുടെ കച്ചേരി നടത്തുക പതിവായിരുന്നു. 30 വർഷം അവിടെ ഇരുവരും ഒരുമിച്ച് പാടി. വിജയന്റെ മരണശേഷം 14 വർഷം ജയൻ തനിച്ചു. 1962 ജൂൺ 22-നാണ് ജയവിജയന്മാർ വിവാഹിതരായത്. റിട്ടയർഡ് സ്കൂൾ അധ്യാപികയായിരുന്ന പരാതിയായ V.K. സരോജിനിയാണ് ജയന്റെ ഭാര്യ. ഈ ബന്ധത്തിൽ ഇവർക്ക് ബിജു, മനോജ് എന്നിങ്ങനെ 2 ആൺമക്കളുണ്ട്. മൂത്ത മകനായ ബിജു കെ. ജയൻ അച്ഛന്റെ പാത പിന്തുടർന്ന് സംഗീത രംഗത്ത് നിലയുറപ്പിച്ചു. ഇളയ മകനായ മനോജ് കെ. ജയൻ മലയാള ചലച്ചിത്ര രംഗത്തെ നിറസാന്നിധ്യമാണ്.